ഹലോ ഫ്രണ്ട്സ്, വിഫെൻ ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന്റെ കീഴിലുള്ള കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബിയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേക നോട്ട് ചെയ്യുക, ഇന്റേണൽ ഓഡിറ്റ് അസിസ്റ്റന്റ് ജോബ് പോസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ കോൺട്രാക്ട് ബേസ് ആണ് വന്നിട്ടുള്ളത്, അതായത് 2 വർഷത്തേക്കാണ് കോൺട്രാക്ട് വന്നിട്ടുള്ളത്. സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിന്റെ കീഴിലുള്ള കിഫ്ബിയിൽ വന്നിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റ് അസിസ്റ്റന്റ് ജോബ് നോട്ടിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത് CMD/KIFBI/003/2025 ആണ് ഇവിടെ അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ മുഖേന വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അതിനായി ഉദ്യോഗാർത്ഥികൾ CMDയുടെ, അതായത് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന വേണം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക, 19th മാർച്ച് തൊട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 2nd ഏപ്രിലാണ്. അടുത്തായി എലിജിബിലിറ്റി റിക്വയർമെന്റ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ പോസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഇന്റേണൽ ഓഡിറ്റ് അസിസ്റ്റന്റ് ആണ്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. സോ എത്രത്തോളം വേക്കൻസീസ് ഉണ്ടെന്ന് കണക്കാക്കിയിട്ടില്ല. സോ ഇവിടെ ഏജ് ലിമിറ്റ് 30 ഇയേഴ്സ് ആണ് വന്നിട്ടുള്ളത്. അടുത്തായിട്ട് ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾ IPCC ചാർട്ടേഡ് അക്കൗണ്ടൻസി എക്സാമിനേഷനിൽ ഈ പറഞ്ഞ ലെവൽ 2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ടാലി ERP നോളജ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ BCom വിത്ത് MBA ഇൻ ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ മന്ത്ലി പേ ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുക 40,000 rupees ആണ്. അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്ട്രക്ഷൻ ഫോർ സ്കാനിങ് ഓഫ് ഫോട്ടോഗ്രാഫ് ആൻഡ് സിഗ്നേച്ചർ എന്നുള്ള സെക്ഷൻ ആണ്. സോ ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ ഫോട്ടോസ് ഈ പറയുന്ന സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഉദ്യോഗാർത്ഥികളുടെ സിഗ്നേച്ചർ ഈ പറയുന്ന വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്യുക, സിഗ്നേച്ചർ ക്യാപിറ്റൽ ലെറ്ററിൽ അലൗഡ് അല്ല എന്നുള്ളത് ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. സോ ഇവിടെ ഉദ്യോഗാർത്ഥികളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയോ ഈ പറയുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ ടൈമിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മസ്റ്റ് ആയിട്ടും ഒരു ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. സോ ഇവിടെ CMD ഈ പറയുന്ന കോൾ ലെറ്റേഴ്സും ഈ പറയുന്ന റിട്ടേൺ ടെസ്റ്റിന്റെയും എല്ലാം ഡീറ്റെയിൽസ് ഉദ്യോഗാർത്ഥികൾക്ക് ഇമെയിൽ മുഖേനയാണ് അറിയിക്കുക. സോ ഇവിടെ ഈ ഒരു നോട്ടിഫിക്കേഷൻസിൽ ഡീറ്റെയിൽഡ് ജോബ് ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ PDF നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും. ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ഈ ഒരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് കിഫ്ബി വന്നിട്ടുള്ള ഈ ഒരു ഇന്റേണൽ ഓഡിറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാമെന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത്. സോ അതിനെ ഉദ്യോഗാർത്ഥികൾ തന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അതിനെ ഉദ്യോഗാർത്ഥികൾ CMDയുടെ www.cmd.kerala.gov എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ്. സോ ഞാനിവിടെ CMDയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുമ്പോൾ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നോട്ടിഫിക്കേഷൻ ഫോർ റിക്രൂട്ട്മെന്റ് ടു ദി പോസ്റ്റ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് അസിസ്റ്റന്റ് ഇൻ കിഫ്ബി എന്നുള്ള ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ കാണാവുന്നതാണ്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലിങ്കിൽ ഉദ്യോഗാർത്ഥികൾ ക്ലിക്ക് ചെയ്യുക. സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് വ്യൂ നോട്ടിഫിക്കേഷൻ കൂടാതെ അപ്ലൈ ഓൺലൈൻ എന്നുള്ള 2 ബട്ടൺ കാണാവുന്നതാണ്. സോ ഇവിടെ നോട്ടിഫിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് വ്യൂ നോട്ടിഫിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്ലൈ ഓൺലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പേജ് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പ്രൊസീഡ് ടു ആപ്ലിക്കേഷൻസ് എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. സോ തന്നിട്ടുള്ള ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഉദ്യോഗാർത്ഥികൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം ഈ പറയുന്ന ഫോം ഫില്ല് ചെയ്യുക. സോ ഇവിടെ പ്രത്യേക നോട്ട് ചെയ്യുക, ഉദ്യോഗാർത്ഥികളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിന്റെ ഡീറ്റെയിലും സർട്ടിഫിക്കറ്റും ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കൂടാതെ വർക്ക് എക്സ്പീരിയൻസിന്റെ സർട്ടിഫിക്കറ്റും ഈ പറയുന്ന ഈ ഒരു രജിസ്ട്രേഷൻ ഫോമിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉദ്യോഗാർത്ഥിയുടെ ലേറ്റസ്റ്റ് ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതുപോലത്തെ ജോബ് നോട്ടിഫിക്കേഷൻസ്, റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ.